മലയാളം സീസൺ 8 അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റ്. ബിഗ് ബോസ് സീസൺ 8 വരാൻ സാധ്യതയുള്ള ഒരാളുടെ പേര് പ്രഡിക്ട് ചെയ്യുക. കഴിഞ്ഞ സീസണിൽ വരണമെന്ന് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. നീ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞില്ല. ചോണക്കുട്ടിയല്ലേ ചിലത് വന്നാലോ സീരിയൽ ഇൻഡസ്ട്രി എന്നൊക്കെ കുറച്ച് പേര് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ പറ്റി എനിക്ക് അറിയാവുന്ന കുറച്ച് വേറെ ഫ്രണ്ട്സ് ഉണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റ്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഞെട്ടുന്ന പേരുകളാണ്, ഞെട്ടിക്കുന്ന പേരുകൾ. ഇവരൊക്കെ വരും, സീസൺ തൂക്കും. ആരൊക്കെയാണത്? എന്താണ് പുതിയ പ്രഡിക്ഷൻ ലിസ്റ്റിനകത്ത് ഇത്രയും മാത്രം ബൂസ്റ്റപ്പ് കൊടുക്കാനുള്ളതെന്നല്ലേ? ഇതാദ്യത്തെ സംഭവമാണ്. ഇങ്ങനൊരു സംഭവമേ വന്നിട്ടില്ലേ? ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റ് സീസൺ 5-ലും 6-ലും 7-ലും ഇപ്പൊ 8-ലൊക്കെ ഇട്ട് കഴിഞ്ഞു. പക്ഷെ ഇത് ദ ഫസ്റ്റ് എവർ. നിങ്ങൾ കണ്ടോളൂ എന്താണെന്നുള്ളത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഡിക്ഷൻ ലിസ്റ്റ് ഞാൻ ഇടാൻ പോവാണ്. പക്ഷെ ഇത്തവണ എല്ലാ പ്രാവശ്യവും ഇടും പോലെ ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ പ്രഡിക്ഷൻ ലിസ്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസ് ആണ്. അതെ, എക്സ് കണ്ടസ്റ്റൻസ് ആണ് പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടുന്നത്. ഓരോ കണ്ടസ്റ്റൻസും ഓരോ പേരുകൾ വെച്ചിട്ട് മുൻ സീസണുകളിലുള്ള കണ്ടസ്റ്റൻസ് ഓരോരുത്തരും ഓരോ പ്രഡിക്ഷൻ വെച്ച് പറയുന്നതാണ് ഈ വീഡിയോ. നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ മസ്റ്റായിട്ട് കമന്റ് ചെയ്യണമേ. കാരണം ഇന്ന് നമുക്കറിയാം ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ഇത്തവണത്തെ. അപ്പൊ അവിടെ പോയിട്ട് എല്ലാവരുടെയും കളക്ട് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ് ഞാൻ പോയി കളക്ട് ചെയ്തത്. അപ്പൊ നിങ്ങളത് നേരിട്ട് കണ്ടോ? എന്നിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങിക്കോ. ഓക്കെ, ഒരാള് ലക്ഷ്മിയാണ്, നമ്മുടെ മിഥുന്റെ വൈഫ് ലക്ഷ്മി ഭയങ്കര ലൈക്ക് ഓൺലൈൻ ഭയങ്കര എന്റർടൈനിങ് ആണ്. അറ്റ് ദ സെയിം ടൈം ഷീ സ്പീക്സ് അബൌട്ട് സോഷ്യൽ റിലവൻസ് ഉള്ള ടോപ്പിക്കിലാണ് എപ്പോഴും സംസാരിക്കുന്നത്. ഡാർക്ക് ഹ്യൂമറാണ് മിക്കവാറും ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് അത് ബിഗ് ബോസിൽ വന്ന പുള്ളിക്കാരത്തി ക്യാൻ മേക്ക് എ ഡിഫറൻസ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് തൊപ്പിയാണ്. തൊപ്പി ഇസ് ബിക്കോസ് തുടങ്ങിയത് തൊപ്പി ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് ഒരു പബ്ലിസിറ്റിയിലൂടെ ആണ് വന്നെങ്കിലും ഇപ്പം തൊപ്പി ചെയ്യുന്ന പല കാര്യങ്ങളും ഭയങ്കര ഇൻസ്പിറേഷണലാണ്. ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് കണ്ടൊരു വീഡിയോ, മെഡിസിൻ ഇത്തയ്ക്ക് മെഡിസിൻ പോയി ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്ന, എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടെൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പം അതുപോലത്തെ നല്ല കാര്യങ്ങൾ ഇപ്പം അങ്ങനത്തെ മനുഷ്യർക്കാണ് ഒരു പ്ലാറ്റ്ഫോം കിട്ടേണ്ടത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും, വൈഡർ ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും, കുറച്ചും കൂടി പേഴ്സണലായിട്ട് അവരെ അറിയാൻ പറ്റും. ആൻഡ് അതിലൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, എൻ്റർടൈനും ചെയ്യാൻ പറ്റും, എഡ്യൂക്കേറ്റ് ചെയ്യാനും പറ്റും, മേക്ക് എ ഇമ്പാക്റ്റ് ഓൾസോ. അപ്പം എനിക്ക് തോന്നുന്നു ഇവർ വന്നാൽ നല്ല രസമായിരിക്കും. പിന്നെ എല്ലാ ഫീൽഡിൽ നിന്നും ഓരോരുത്തർ വരണം അല്ലേ? പൊളിറ്റിക്സിൽ നിന്നും ആരെങ്കിലും ഒക്കെ വന്നാൽ രസമായിരിക്കും. ചേച്ചി, ബിഗ് ബോസ് സീസൺ 8 വരാൻ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് പ്രഡിക്ഷൻ അത് പറയുന്ന നീയല്ലേ, ഇനി ഞാൻ എന്ത് പ്രഡിക്റ്റ് ചെയ്യാനാ? എന്റെ മാതാവേ, വയറിലായിട്ട് ആരാ ഉള്ളത്? ആരാണേലും പൊക്കോട്ടെ. ഒരാളുടെ പേര് പറയൂ. എനിക്ക് അറിയത്തില്ല. പ്രഡിക്ഷൻ അല്ലേ? പറയട്ടെ. ജാസി. എന്തുകൊണ്ടായിരിക്കും? നീ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞില്ല. ജാസി. എനിക്ക് അവളെ ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ മാനേജറിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ അവൾ വൈറൽ താരമല്ലേ. സോ എനിക്ക് പേഴ്സണലി വരാൻ ആഗ്രഹമുള്ള രണ്ടുപേരുണ്ട്, ദീപാറാണി ആൻഡ് ജാസി. സോ രണ്ടാളെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. രണ്ടുപേരും വരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 8 വരാനുള്ള ഒരു പ്രഡിക്ഷൻ അമയ. അതായത് നിങ്ങളുടെ ഇരിക്കുന്ന വൈഫ്. അവൾ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അറിയില്ല, അവർ വിളിച്ചാൽ വരുമോ എന്ന് അറിയില്ല. വരണം ആഗ്രഹമുള്ളത് എനിക്ക് RJ ശംഭു വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവൻ്റെ സുഹൃത്താണ്. പിന്നെ അവൻ നല്ല പൊട്ടൻഷ്യലുള്ള ഒരാളാണ്, നല്ലൊരു പ്ലെയർ ആയിരിക്കും വന്നാൽ. അപ്പോൾ ശംഭുവിന് ഇത്തവണ ഒരു ചാൻസ് ബിഗ് ബോസിൽ കിട്ടിയാൽ അവൻ അതിനകത്ത് തകർക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവനൊരു ചാൻസ് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നോക്കാം. റോഹൻ എന്തുകൊണ്ടായിരിക്കും? കഴിഞ്ഞ സീസണിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച. കാരണം നമ്മളെപ്പോഴും സീസണിൽ നമ്മളെപ്പോഴും കോമ്പറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് അത്യാവശ്യം നല്ല നിലപാടുകളും അതെ
ഭയങ്കര പ്രിസൈസായിട്ട് പെർഫെക്ഷനായിട്ട് കാര്യങ്ങളെ കൺവിക്ഷനോട് കൂടി പറയുന്ന ഒരാൾ വേണം നമ്മൾ വിചാരിക്കുമല്ലോ. അപ്പോൾ റോഹൻ അതിന് പറ്റിയ ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ തൊപ്പി അറിയാൻ നൈസായിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ തൊപ്പി കയറുമില്ലെന്ന്, പക്ഷേ എനിക്കൊന്ന് അറിയണം തൊപ്പി അതിൻ്റെ അകത്ത് കയറിയിട്ട് തൊപ്പി അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് മനസ്സിലായില്ലേ. അവിടെ ആകുമ്പോൾ നമ്മൾ ഫുള്ളി എക്സ്പോസ്ഡ് അല്ലേ, 24 മണിക്കൂറും ഈ കുറച്ച് നേരം അല്ലല്ലോ സ്ക്രീനിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് നോക്കാം. എന്നോട് എനിക്ക് തൊപ്പി പൊളിക്കുമായിരിക്കും. നാഗചേച്ചി വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പൊളിക്കും, വന്ന അടിപൊളിയായിരിക്കും. ഈ കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ, ഏഷ്യാനെറ്റിൽ തന്നെയാണല്ലോ. എനിക്ക് തോന്നുന്നു കുറേ ബിഗ് ബോസിൻ്റെ ടീമും ഓൾറെഡി അതിന് അണിയറ പ്രവർത്തകരായിട്ടുണ്ട്. അതിൽ നിന്ന് ആരും വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിലിപ്പോൾ നമ്മുടെ നെവിനൊക്കെ ഓൾറെഡി ബിഗ് ബോസ് ഉള്ള ആൾക്കാരുണ്ട്, അനുമോളൊക്കെ ഉണ്ട്. അതല്ലാണ്ട് അതിനകത്ത് ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനകത്ത് നമ്മുടെ സന്ധ്യ അമ്മ മേ ബി അവർ വരാനുള്ള ചാൻസ് ഉണ്ടാവാം. പിന്നെ പേഴ്സണലി എനിക്ക് അറിയാവുന്ന കുറച്ച് വേറെ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ പേര് ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ പേര് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോഗ്രാമിൻ്റെ ബേസിൽ അവർ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മേ ബി അവർ വന്നേക്കാം. ജാനകി സുധീർ പറഞ്ഞ പേര് നാഗസൈരന്ദ്രി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വന്നാ കൊള്ളാന്നുണ്ട്. ഹെലനോസ് പാട്ട് വരട്ടെ. എന്തുകൊണ്ട്? ചുണക്കുട്ടിയല്ലേ, അത്യാവശ്യം കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കാൻ കഴിവുള്ള കൂട്ടത്തിലല്ലേ, അങ്ങനെ വിചാരിക്കും. ഉണ്ണിക്കണ്ണൻ പുള്ളി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്ന് കാണണം. ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, എന്തായിരിക്കും അതിനകത്ത് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വെളിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പെർഫോം ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. അവർക്കൊക്കെ അവസരം കിട്ടട്ടെ അല്ലേ. എൻ്റെ ആഗ്രഹമാണ്, പക്ഷെ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഫ്രീ ഫയറിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്, കുറേ ബോയ്സൊക്കെ കൂടിയിട്ടുള്ള ബുക്ക് ആൻഡ് അവരിൽ ആരെങ്കിലും ഒന്ന് ലൈക്ക് കൊമ്പൻ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒന്ന് വന്നാൽ നല്ലതായിരിക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കൊമ്പൻ ഹിസ്റ്റർ വന്നാൽ നല്ലതായിരിക്കും. ശാലുക്കുര്യൻ വരണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ചന്ദ്രമഴ വിട്ടിട്ടുള്ള കളിയില്ല. അപ്പൊ ഞാൻ എന്തായാലും പോയില്ല. അപ്പൊ എന്റെ മരുമോളോടൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യട്ടെ. എന്നാ അഭിഷേകനെ കൂടെ വിടാം, നമുക്ക് അവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വിടാം. കന്യ ചേച്ചി മായാവതി അതറിയില്ല, പറഞ്ഞിരുന്നല്ലേ. കന്യ ചേച്ചി പോയാൽ അടിപൊളിയായിരിക്കും. ഓക്കെ. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളുകളുടെ പലപ്പോഴും അവരുടെ ഒരു പെർഫോമൻസ് നമ്മുടെ നിലവാരത്തിലോട്ട്, അല്ലെങ്കിൽ കാഴ്ചക്കാർ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയരാത്ത പല ഒക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ആളുകൾ വന്ന് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ബിഗ് ബോസ് പിടിച്ചെടുത്ത് ആളുകളുടെ മനസ്സ് കീഴടക്കുന്ന രീതിയിൽ അവരൊക്കെ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനാണ്, എന്നെ വിളിക്കണം. ഞാൻ ബിഗ് ബോസ് ഇതിന് മുമ്പും കണ്ടിട്ടില്ല, ഞങ്ങളുടെ സീസണും ഒരു എപ്പിസോഡ് കണ്ടില്ല. എനിക്കറിയില്ല ഐഡിയ ഇല്ല. ഒരാളെ പേര് പ്രെഡിക്റ്റ് ചെയ്യാനാണ് ഇപ്പം ആരാണ് അർഹതപ്പെട്ടവർ വരട്ടെ, അത്ര തന്നെ. പ്രെഡിക്റ്റ് ചെയ്യാം. ഇനി നിങ്ങളെ കേട്ടില്ല, പിന്നെന്താ വെച്ചാല് ചിലത് വന്നാലോ. അല്ല, നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ പേര് പറഞ്ഞാലും മതിയാവും. അറിയില്ല, എന്താ ഞാൻ വേറെ ആരും പേര് പറഞ്ഞ പ്രശ്നം അല്ല, നിങ്ങൾ കമ്മ്യൂണിറ്റി അറിയില്ല. അപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ പ്രഡിക്ഷൻ ലിസ്റ്റ്. ആരൊക്കെയാണ് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? ഉണ്ണിക്കണ്ണൻ, ആറാട്ടണ്ണൻ, ലക്ഷ്മി, സന്ധ്യാമ്മ, അങ്ങനെ ഒത്തിരി പേരുകള്. ഈ പേരുകളിൽ ആരെങ്കിലും ഒക്കെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വരണ്ടാന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എക്സ്ട്രാ ഇവരൊക്കെ അവരുടെ പേര് പറഞ്ഞ് ഇന്ന കാരണം കൊണ്ടാണോ അവർ ഈ പേര് പറഞ്ഞതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കണ്ടസ്റ്റൻസിനെ അവരുടെ എല്ലാവരുടെയും കൂടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്തൊരു വീഡിയോ യൂട്യൂബിൽ വരുന്നത് അല്ലേ? ആദ്യമായിട്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ 5-ലെയും 6-ലെയും 7-ലെയും ഈ 8-ലെയും ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് പോലെയല്ല, ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. നമുക്ക് നോക്കാം. ഇതൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്, അങ്ങനെ മാത്രം കാണുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകളൊക്കെ വരട്ടെ, അതൊക്കെ വീഡിയോ ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.